നഷ്ടപ്പെടുമ്പോൾ, ഫലസ്തീൻ എല്ലാം കുഴപ്പമുണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ തമ്മിൽ ഇങ്ങനെ സലാം പറയാൻ പാടില്ല, വ്യത്യസ്കരിക്കാൻ പാടില്ല, ഇതൊക്കെ ഇപ്പോൾ നടത്തേണ്ട പ്രസംഗമാണോ എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കുന്നു, ഇത് മാന്യതയാണോ, മസ്ലഹത്താണോ? തീർന്നില്ല. മൊയ്തീൻ മുസ്ലിയാരൊന്നും ഞെട്ടാതൊക്കെ. കാരണം ഇയാൾ മാഷറിൽ ഒരുങ്ങുമ്പോഴാണ് മറ്റൊരുത്തൻ ചാടിയിട്ട് മെമ്പറും ഇരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. തിരിഞ്ഞു നോക്കുമ്പോൾ കൊടുക്ക് ബാങ്ക് എന്നൊരു കൽപ്പനയായിരുന്നു കേട്ടത്. മൊയ്തീനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. സദസ്സ് നിശബ്ദം. മുസ്ലിയാർ കുഴപ്പത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ, ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ, എഴുന്നേറ്റ് മുസ്ലിയാരെ പിടിച്ച് പടിഞ്ഞാറോട്ട് തിരിച്ച് നിർത്തി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ഇതൊരു പീഡനല്ലേ സത്യത്തിൽ? ആ പാവം സാധു അറ്റാക്കായി പോയെങ്കിലോ? അതേസമയത്ത് മറ്റൊരാൾക്ക് ബാങ്ക് കൊടുത്തേച്ചാൽ മതി. ഇയാളെ കൊണ്ട് തന്നെ പിടിച്ച് നിർത്തി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ തുടർന്ന് കുറ്റ്യാടിയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്വതന്ത്ര മലയാള ഖുത്ബ നടന്നു. ഞാൻ പറയട്ടെ, ഇതാണോ ദീനീ പ്രവർത്തനം? ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞത്. ഇതന്നു മാത്രമല്ല, ഇപ്പോൾ തന്നെ നോക്ക് നിങ്ങൾ, കൊച്ചി നടക്കുന്നൊരു പ്രവർത്തനം മലയാളം ന്യൂസ് പത്രം 2006 ജൂലൈ 22 റിപ്പോർട്ട് ചെയ്തതാണ്. ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ ബലമായി പള്ളി കയ്യേറി. ഖുത്ബ പറയാനെത്തിയ CM മൗലവിയെ പുറത്താക്കി പള്ളി താഴിട്ട് പൂട്ടി. കൊച്ചിയിലൊരു പള്ളി പിടിച്ചെടുത്ത കഥയാണ്. ഇതൊക്കെ ഞാൻ വായിക്കുമ്പോഴേക്ക് സമയം ഒരുപാട് പിടിക്കും, അങ്ങോട്ട് കടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, തറാവീഹിൻ്റെ വിഷയത്തിൽ, ജുമായുടെ വിഷയത്തിൽ, ഖുത്ബയുടെ വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും സ്വഹാബാക്കിറാമിൻ്റെ പാരമ്പര്യം പാടെ തള്ളിയാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചത്. ഇങ്ങനെ തള്ളി ഓരോന്നും തള്ളി എന്ന് മാത്രമല്ല, നിസ്കാരവും നോമ്പും സക്കാത്തും ഓരോന്നും ബാത്തിലാക്കി. പറയുമ്പോൾ ഒരുപാട് മണിക്കൂറുകൾ പിടിക്കും. എത്രത്തോളം നിങ്ങളറിയോ? ആത്മീയത പരിപൂർണമായി നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം, ഇത് പ്രബോധനത്തിൻ്റെ KC അനുസ്മരണ പതിപ്പ് 95 ഡിസംബറിൽ ഇറങ്ങിയതാണ്. ഇതിൽ ഫാത്തിമ മൂസ എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ്, ആ നേതാവ് വനിതാ വിങ്ങിന് നേതാവ് എന്ന ലേഖനത്തിൽ ആ നേതാവ് സമർത്ഥിക്കുന്നത്, ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അങ്ങനെ പിന്നീട് ഒരു ക്ലാസ്സിന് വന്നു. ലേഡീസ് ക്ലാസ് ആയിരുന്നു രംഗം. പെണ്ണുങ്ങളുടെ ക്ലാസ് ആയതുകൊണ്ട് മറ വെച്ചാണ് പുരുഷന്മാരൊക്കെ ക്ലാസ് എടുത്തത്. പക്ഷേ KC അബ്ദുള്ള മൗലവി വന്നപ്പോൾ ആദ്യമേ തന്നെ ആവശ്യപ്പെട്ടു, ഇതെന്തിനാണ് ഒരു മറ? അഴിച്ചു മാറ്റിയോ? ഇവിടുന്ന് മറയോടുകൂടെ ക്ലാസ് എടുത്താൽ അത് വേണ്ടതുപോലെ ഫലപ്പെടൂല, അതുകൊണ്ട് നേർക്കുന്നതിൻ്റെ മുഖത്ത് നോക്കി ക്ലാസ് എടുക്കണം. അങ്ങനെ ഇസ്ലാം കണക്കാക്കിയ പുരുഷനും സ്ത്രീക്കും ഇടയിലുള്ള മറ പോലും വലിച്ചു മാറ്റിയെന്ന് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ തന്നെ പറയാം. സുഹൃത്തുക്കളെ, നബിത്തങ്ങളെക്കാളും നബിത്തങ്ങളുടെ ഭാര്യമാരെക്കാളും സൂക്ഷ്മതയുള്ള പെണ്ണുങ്ങളും പുരുഷന്മാരുണ്ടോ? നബിത്തങ്ങളും ഭാര്യമാരിയ്ക്കുന്ന വേദിയിലേക്കല്ലേ ഉമ്മു മഖ്തൂം കടന്നു വരുന്നത്? കടന്നു വന്നപ്പോൾ നബിത്തങ്ങൾ പറഞ്ഞു, ഹിത്തജിബ അന്തുമ, നിങ്ങൾ ഇനി 2 പേര് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഭാര്യമാരെ തിരിച്ചുള്ള ചോദ്യം, നബി അയാൾ കണ്ണ് കാണാത്ത ആളല്ലേ, ഞങ്ങൾ എന്തിനു പോകണം? നബിത്തങ്ങളുടെ പ്രതികരണം, അവൾ ഉമ്യാവാനി അന്തുമ, നിങ്ങൾ 2 പേരും കണ്ണുപൊട്ടികളാണോ? അല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കാണാനും പാടില്ല, നിങ്ങൾ അകത്ത് പോകണം. ഇത് പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ സൂക്ഷ്മതയുള്ള ആ തത്വത്തിൻ്റെ കടക്ക് കത്തിവെച്ചുകൊണ്ടാണ് പാശ്ചാത്യൻ സംസ്കാരം കൊണ്ടുവന്ന് ആ മറ പോലും മാറ്റി എന്ന് പ്രബോധനത്തിൽ പറയുകയാണ്. ഇനി നോക്കിക്കോ നിങ്ങൾ, നമ്മൾ മുഴുവൻ ആളുകളും ചെയ്യുന്ന നോമ്പ്, ആ നോമ്പ് പോലും നഷ്ടപ്പെടുത്തി. ഓരോ സാമ്പിൾ ഓരോ നിയമം വായിക്കുകയാണ്. ആ നോമ്പ് അത്താഴം കഴിക്കൽ ഒരു സുന്നത്താണ്, നോമ്പ് തുറക്കലും സുന്നത്താണ്. ഓരോന്നിനും ടൈമുണ്ട്. മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുക്കുന്ന ആ ടൈം, അത് കഴിഞ്ഞാലേ നോമ്പ് തുറക്കാവൂ. സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ആ ടൈമിൻ്റെ മുമ്പ് അത്താഴം കഴിച്ചിരിക്കണം. എന്നാൽ പ്രബോധനത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി കൊടുത്തു, അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടാലോ? ഇതിന് കൊടുത്ത മറുപടി, ബാങ്ക് കേട്ട് ഉടനെ തന്നെ അങ്ങ് പാത്രം വെച്ചോളണമെന്നൊന്നുമില്ല, തീറ്റ നിർത്തണമെന്നില്ല. പിന്നെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അത്യാവശ്യം വല്ലതും കഴിച്ച ശേഷം മാത്രം പാത്രം താഴെ വെച്ചാൽ മതിയെന്ന. സുബ്ഹാനല്ലാഹ്, നോമ്പിൻ്റെ കഥ 1977 സെപ്റ്റംബറിലെ പ്രബോധനം. അതിൽ നോമ്പ് സമയത്ത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ സുബഹി ബാങ്ക് കേട്ടാൽ അത്യാവശ്യം വല്ലതും കഴിക്കാമെന്ന അഭിപ്രായം ശരിയാണോ എന്ന ഉത്തരം. നിങ്ങളിൽ ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ അതിൽ നിന്ന് തന്നെ ആവശ്യം നിർവഹിക്കാതെ പാത്രം വെക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ നബിവചനം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നതിൽ അഭിപ്രായാന്തരമുണ്ട്. നബിയുടെ കാലത്ത് സുബഹിക്ക് 2 ബാങ്ക് ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് സമയമാകുന്നതിൻ്റെ അല്പം മുമ്പായിരുന്നു. ഈ ബാങ്കാണ് ഇവിടെ ഉദ്ദേശമെന്നാണ് ചിലരുടെ അഭിപ്രായം. പക്ഷെ അത് ശരിയല്ല. കാരണം ആ ബാങ്കിന് ശേഷവും ഭക്ഷണം കഴിക്കാമെന്നത് വ്യക്തമായി തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. മറ്റഭിപ്രായം ഇങ്ങനെയാണ്, ബാങ്ക് കേട്ടെങ്കിലും സമയമായിട്ടുണ്ട് എന്ന് സ്വയം ബോധ്യം വന്നിട്ടില്ല. അതുകൊണ്ട് ബാങ്ക് കാരണം ഒരു നിമിഷമൊക്കെ പിഴക്കാമല്ലോ. അപ്പോൾ സ്വന്തം ബോധ്യം വരുന്നത് വരെ അത്യാവശ്യം വല്ലതും കഴിക്കാം
ഇത് ശരിയാകാൻ വഴിയില്ല. കാരണം ഇത് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സംഭവിക്കാവുന്നത് മാത്രമാണ്. ഹദീസിൽ പറയുന്നത് അങ്ങനെയല്ല. അത് സംശയത്തിൻ്റെ കാര്യമേ പരാമർശിക്കുന്നില്ല. യാദൃശ്ചികമായി ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് ഹദീസിൽ പറയുന്നത്. ഇനി കേട്ടോളൂ. മൂന്നാമത്തെ അഭിപ്രായം ഇങ്ങനെ സംഗ്രഹിക്കാം. അത്യാഗ്രഹത്തോടെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്ന ഒരാളെ അതിൽ നിന്ന് തടഞ്ഞാൽ അയാൾക്ക് പാലിക്കാൻ സാധിക്കാതെ വന്നേക്കും. തെറ്റ് സ്വന്തം കുറ്റം കൊണ്ട് വന്നതുമല്ല. അതുകൊണ്ട് അല്പം വല്ലതും കഴിച്ചു കൊള്ളട്ടെ, സമയവ്യത്യാസം അല്പം മാത്രമേ ഉള്ളൂല്ലോ എന്ന് വെച്ച് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഒരു ഇളവാണിത്. അത് അതേ നിലക്ക് വളരെ സൂക്ഷ്മതയോടെ മനുഷ്യൻ ഉപയോഗപ്പെടുത്താം. അങ്ങനെയുണ്ട്. അപ്പം ചെറിയൊരു 2-3 മിനിറ്റൊക്കെ പ്രശ്നമായി വെച്ച് കുഴപ്പമൊന്നും വേണ്ട. അതൊക്കെ അള്ളാഹു തആല കണ്ടറിയാതിരിക്കൂല. അതുകൊണ്ട് അത്യാവശ്യം കഴിക്കാം. ആളുകളെ നോമ്പും ബാത്തിലായി നോക്കിക്കോ നിങ്ങൾ, ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് സക്കാത്താണ്. സക്കാത്തിൻ്റെ കഥ നോക്ക് നിങ്ങൾ. ഇത് 1971 നവംബർ ലക്കത്തിലെ പ്രബോധനം. ഈ പ്രബോധനത്തിൽ തുറന്നു പറഞ്ഞു, അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. കാരണം സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. നിസ്കാരം പോലെ അതുപോലെ ഒരു ആരാധന. ഓരോന്നിനും ഒരു വകുപ്പുണ്ട്. അതിപ്പം അമുസ്ലിം സഹോദരന്മാരുള്ള വർഗീയതയല്ല, മറിച്ച് അമുസ്ലിം സഹോദരന്മാർ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. പക്ഷേ ശബരിമല സീസണായി കഴിഞ്ഞാൽ മാലയിട്ടാൽ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. അത് കഴിക്കാത്ത നമ്മളോട് ദേഷ്യം കൊണ്ടല്ല, അവരുടെ മതത്തിൻ്റെ ചിട്ടയാണ്. ഇതുപോലെ സ്വതക്കയും ഭക്ഷണവും ഒക്കെ അവർക്ക് കൊടുക്കാം. പക്ഷേ സക്കാത്ത് അതിന് ഖുർആനിൽ പറഞ്ഞ അവകാശികൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് പ്രബോധനം 1971 നവംബറിൽ വ്യക്തമായി പറഞ്ഞു. അമുസ്ലിങ്ങൾക്ക് സക്കാത്തും മറ്റു ദാനധർമ്മങ്ങളും കൊടുക്കുന്നത് അനുവദനീയമാണോ? ഇല്ല എന്നാണ് വിധിയെങ്കിൽ അത് സംഘീയത്തെ വീക്ഷണമല്ലേ? അത് മറുപടി പറഞ്ഞത്, സക്കാത്ത് ഒഴികെയുള്ള ദാനധർമ്മങ്ങൾ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഒരുപോലെ കൊടുക്കാവുന്നതാണ്. മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും ദാനധർമ്മങ്ങൾ നൽകാമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ സക്കാത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. വ്യക്തമായിട്ട് പ്രബോധനത്തിൽ പറയാം. അതേ ജമാഅത്ത് ഇസ്ലാമി നോക്ക് നിങ്ങൾ, 83 ആയപ്പോൾ 10 കൊല്ലം ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സക്കാത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാമെന്ന് പാസാക്കി. ഇത് കണ്ടോ നിങ്ങൾ ഫോട്ടോ. മാതൃഭൂമി 83 ഓഗസ്റ്റ് 3 ബുധനാഴ്ചയിലെ മാതൃഭൂമിയാണ്. ഇതിലൊരു ഫോട്ടോ. ശാന്തപുരം മഹല്ല് കമ്മിറ്റിയുടെ സക്കാത്ത് ഫണ്ടിൽ നിന്നുള്ള തെങ്ങിൻ തൈ വിതരണ പരിപാടി പ്രൊഫസർ MA ശുക്കൂർ ഉദ്ഘാടനം ചെയ്യും. ശാന്തപുരം മഹല്ല് മാതൃക കാട്ടി എന്നാണ് ഹെഡിങ്. പട്ടിക്കാട് ശാന്തപുരം മഹല്ല് കമ്മിറ്റി മറ്റിടങ്ങളിലെ മുസ്ലിം മഹല്ലുകൾക്ക് മാതൃക കാട്ടി. സക്കാത്ത് ഇനത്തിൽ ലഭിക്കുന്ന ഫണ്ട് ഇങ്ങനെ ശരിയായി വിനിയോഗിക്കാമെന്ന് അവർ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്തു. സക്കാത്ത് ഫണ്ടിൽ നിന്ന് തന്നെ അവശരായ കർഷകർക്ക് വിത്തും വളവും വിതരണം ചെയ്യാനും പരിപാടി ഉള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. പി കമ്മുകുട്ടിക്കും മഹല്ലിലെ ഹരിജനായ കെ കുപ്പായനും തൈകൾ നൽകിക്കൊണ്ട് പ്രൊഫസർ MA ശുക്കൂറാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പം സക്കാത്ത് അത് തെങ്ങും തൈ കൊടുക്കാൻ പറ്റില്ല, വേറെ വിഷയം. കൊടുക്കുന്നത് കുപ്പായന്. കുപ്പായം എന്ന് പറഞ്ഞാൽ ധരിക്കുന്നത് കുപ്പായമല്ല, കുപ്പായം എന്ന് പേരുള്ള അമുസ്ലിമായ ഹരിജന്. അപ്പം സക്കാത്ത് കൊടുക്കാൻ പാടില്ലെന്ന് പാസ്സാക്കി അവർ തന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ട് മുസ്ലിം സക്കാത്ത് കൊടുക്കുക. ഈ സക്കാത്ത് പടച്ചറബൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാകൂല എന്ന കാര്യം ഉറപ്പാണ്. ഇനി ബാക്കിയുള്ളത് ഹജ്ജാണ്. സുബ്ഹാനല്ലാഹ്, ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമി തുറന്നു പറഞ്ഞു, അത് ശബരിമലയിൽ പോയിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് എന്നാണ്. കഴിഞ്ഞതോടുകൂടെ ഹജ്ജ് 2002 മാധ്യമ സ്പെഷ്യൽ ഇതിൽ പറയുന്നത്, ഹജ്ജിനെ സംബന്ധിച്ച് വിശദീകരിച്ചിങ്ങനെ എഴുതിയ ലേഖനത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നുകൊണ്ട് നിർവഹിക്കുന്നത് തവാഫാണ്. ആ തവാഫ് അത് ഏകദേശം നമ്മൾ പിന്നെ ശബരിമലയിലും മറ്റുമൊക്കെ പോയാൽ ചെയ്താൽ അവിടെ ചെന്ന് കാണുന്ന അതേ പ്രവർത്തനം തന്നെയാണ് എന്നാണ്. കേട്ടോളൂ, ഞാൻ വായിക്കാം.